ഹലോ ഫ്രണ്ട്സ്, യൂമി ആൻഡ് കേരളയുടെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഓണക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓണത്തിനുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് കാളൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാളനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഏത്തയ്ക്ക തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 3 പച്ചമുളക് കീറി ഇടാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു നേരിയ കളറിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഏത്തക്ക വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആ ഏത്തക്ക ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്താൽ മതി. ഇനി കായ ഒത്തിരി വെന്ത് പോകാതെ എന്നാൽ മീഡിയം ടൈപ്പിൽ നമുക്ക് ഏത്തക്ക ഒന്ന് വേവിച്ചെടുക്കുന്നതോളം വരെ വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് തുറന്ന് നോക്കാൻ വെന്തിട്ടുണ്ടോയെന്ന്. പതുക്കെ ഒന്ന് ഉടച്ച് നോക്കാം വേവാൻ. ഏത്തക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഒരു വെള്ളം വേണ്ട, നമുക്ക് ഇതിനകത്ത് തൈര് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുക്കാം. പതുക്കെ ഒന്ന് തിളച്ചിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. പതുക്കെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യുക. ഒത്തിരി അങ്ങ് തിളച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിച്ചേക്കുന്ന കാരണം പിരിഞ്ഞു പോകും. അതുകൊണ്ട് നേരിയതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരിയതായിട്ട് തിള വന്നു, പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് കടുക് താളിച്ചിടാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് തന്നെ. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.